ഫെൻസിങ് ഓണല്ലോ. അത്രേ ഉള്ളൂ. നമ്മളങ്ങനെയല്ല, അവർക്ക് എല്ലാ ഹെൽപ്പും ചെയ്തിട്ടുണ്ട്. ഹലോ ഗൈസ്, നമസ്കാരം, വെൽക്കം ബാക്ക്. ഹലോ ഗൈസ്, നമ്മുടെ വയനാട് സീരീസിൻ്റെ ഒരു പാർട്ടാണത്. എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് ഒരു 6 മാസം മുമ്പ് വയനാട്ടിൽ പോയി. അന്ന് നമ്മൾ നമ്മുടെ മദൻ ഭായിയുടെ കുറുവാദ്വീപിലാണ് പോയത്. അപ്പം അവിടെയാണ് ഇപ്പോൾ മറ്റേ ആനിറങ്ങി പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ പോകുന്നത് കുറുവാദ്വീപിലോട്ടല്ല, പക്ഷേ നമ്മുടെ മദൻ ഭായിയുടെ തന്നെ റിസോർട്ട് ഉള്ള ഒരു തോൽപ്പെട്ടിലത്തെ ഒരു ഹോം സ്റ്റേയിലേക്കാണ് ഇന്ന് പോകുന്നത്. അപ്പം ഈ ഒരു ഹോം സ്റ്റേയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വരുന്നത് തോൽപ്പെട്ടി കാടിൻ്റെ ഉള്ളിലാണ്, ടൈഗർ റിസർവ് ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിറയെ ആനകളും മാനും പുലിയൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പം നമുക്ക് ആ ഒരു ഹോം സ്റ്റേയുടെ ബാൽക്കണി കയറി ഇരുന്നാൽ ഒരു കോഫി പ്ലാന്റേഷനാണ്, ഒരു തോട്ടമാണ് ആ ഒരു റിസോർട്ട് വരുന്നത്. അതിൽ ബാൽക്കണി കയറിയിരുന്ന ആ തോട്ടത്തിൻ്റെ ആ ഒരു സൗന്ദര്യം, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഒരു വന്യമൃഗങ്ങളെ കാണാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഹോം സ്റ്റേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഇന്നത്തെ ട്രിപ്പിൻ്റെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി ഒരു നൈറ്റ് സഫാരി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഫോറസ്റ്റിൻ്റെ വണ്ടിയിലല്ല, നമ്മുടെ വണ്ടിയിൽ തന്നെ നമ്മൾ ഒരു നൈറ്റ് സഫാരി 2 മണിക്കൂർ നമ്മളിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മുടെ മദൻ ഭായിയുടെ റിസോർട്ടിലത്തെ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അവർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വലിയ റിസ്ക് ഇല്ല, സേഫാണ്. രാത്രി ഒരു 2 മണിക്കൂറിൻ്റെ ഒരു പ്രോഗ്രാമാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇൻ കേസ് നമ്മുടെ വണ്ടി ഇല്ലെങ്കിൽ അവരെ വണ്ടിയിൽ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്, കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഒരു നൈറ്റ് സഫാരിക്ക് പോകുന്നത്, അതും നമ്മുടെ തന്നെ വണ്ടിയിൽ. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നാഗർഹോള ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടിയാണ്. ഇനി ഇവിടെ നിന്നൊരു 19 കിലോമീറ്റർ ഉണ്ട് തോൽപ്പെട്ടി എത്താനായിട്ട്. തോൽപ്പെട്ടി എത്തിക്കഴിഞ്ഞാൽ തന്നെ അവിടെ തന്നെയാണ് നമ്മുടെ റിസോർട്ട് വരുന്നത്. അവിടെ കാടിൻ്റെ ഇടയിൽ ഒരു ആന നിൽക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് അവനെ സൂം ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമുക്ക് കറക്റ്റായിട്ട് കാണാം. നാഗർഹോള ഫോറസ്റ്റിലാണ്. ഒറ്റയ്ക്കൊരു ആന അവിടെ നിൽക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു 7 മണി 6 മണിക്ക് ആയപ്പോൾ റിസോർട്ടിലെത്തി. നേരെ ചെക്ക് ഇൻ ചെയ്തു. രാത്രി ഒരു നൈറ്റ് സഫാരിക്ക് പോയി. അതിൻ്റെ കാഴ്ചകൾ കാണാം നമുക്ക്. അതിന് മുമ്പ് നമുക്ക് ഈ റിസോർട്ടിനൊന്ന് പരിചയപ്പെടാം. ഇത് തോൽപ്പെട്ടി ഫോറസ്റ്റിൻ്റെ നടുവിൽ വരുന്നൊരു ചെറിയ റിസോർട്ടാണ്. മൊത്തം ഒരു 4 റൂംസ് ഉണ്ടായിരിക്കും. വലിയ സ്പേഷ്യസ് ആയിട്ട് റൂംസാണ്. അധികം ലക്ഷമൊന്നും പ്രതീക്ഷിക്കരുത്, കാരണം ഫോറസ്റ്റിൻ്റെ നടുവിൽ വരുന്നൊരു റിസോർട്ടാണ്. ഭയങ്കര ആംബിയൻസ് ആണ്. ചുറ്റും പ്ലാന്റേഷൻ, അതേപോലെ തന്നെ ഫോറസ്റ്റ്, അതിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. ആ ഒരു ആംബിയൻസ് ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇവിടെ വന്നാൽ മതി. ആ ഒരു ഫോറസ്റ്റിൻ്റെ ആംബിയൻസ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ചിലപ്പം ഈ ഒരു റിസോർട്ട് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ സുഖമായിട്ടൊരു 3 വണ്ടിക്ക് സുഖമായിട്ട് ഇവിടെ പാർക്ക് ചെയ്യാം. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ മേലെ കയറി തിന്നു കഴിഞ്ഞാൽ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യൂ ആണ് റിസോർട്ടിൻ്റെ മേലെ കയറുന്നത് കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് രാവിലെയും രാത്രിക്ക് ഇരിക്കാനായിട്ട് ഇവിടെ ചെയർ ഉണ്ടായിരിക്കും. അവർ വേണമെങ്കിൽ ടേബിൾ കൊണ്ടുവന്നിടും. നമുക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. ഈ ഒരു അസാധ്യമായിട്ടുള്ള വ്യൂ ആണ്. നമ്മുടെ ആ വയനാടൻ കാടിൻ്റെ മൊത്തം ഒരു വ്യൂ വരുന്നൊരു സ്ഥലമാണത്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരാം. അപ്പോൾ ഒരു റൂമിന് പ്രൈസ് വന്നിട്ട് 2200 തൊട്ട് 2500 വരെയാണ് ചാർജ് വരുന്നത്. ബാൽക്കണി ഉള്ള റൂമാണെങ്കിൽ കുറച്ച് പ്രൈസ് കൂടും, അല്ലെങ്കിൽ 2200 500 ആ റേഞ്ചാണ് വരുന്നത്. നല്ല റൂമാണ്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. അപ്പം ഇത് നിങ്ങൾ കാണുന്നത് നമ്മൾ ഇന്നലെ വന്നപ്പോൾ ഈവനിങ്ങിലുള്ളൊരു സൺസെറ്റിൻ്റെ വ്യൂ ആണ്. ഇത് ഇപ്പോൾ കാണുന്നത് രാവിലത്തെ ഒരു വ്യൂ ആണ്. നമ്മൾ രാവിലെ എണീറ്റ് ഇവിടെ വന്നപ്പോൾ ഉള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ രമേശ് ഏട്ടൻ ഇവിടുത്തെ കുറച്ച് ഫോറിനേഴ്സ് സ്റ്റേ ചെയ്യുന്നുണ്ട്. അവിടെ UK നിന്ന് വന്നവരാണ്. അപ്പോൾ അവരെയും കൊണ്ട് ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവരിന്നോടെ ചെക്കൗട്ട് ചെയ്യുകയാണ്. ഒരാഴ്ചയിൽ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ അവരെയും കൊണ്ട് KSRTC ബസ് സ്റ്റോപ്പിലേക്ക് അവർ ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു ഫോറിനേഴ്സിൻ്റെ ട്രാവൽ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കരുതുന്ന പോലെ ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള റിസോർട്ടിലല്ല അവർ സ്റ്റേ ചെയ്യുന്നത്. സാധാരണ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ചെറിയ റിസോർട്ടിൽ, നല്ല ആംബിയൻസ് ഉള്ള റിസോർട്ടിൽ, അതിൻ്റെ കൂടെ തന്നെ ഇവരെ ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ട്രാവൽ ചെയ്യുന്നതല്ല. ഇപ്പോൾ ഇവരെ കൊണ്ടുവിടാൻ പോകുന്നത് KSRTC ബസ് സ്റ്റോപ്പിലാണ്. തോൽപ്പെട്ടി സഫാരിക്ക് വന്നിട്ട് ഫോറിനേഴ്സിന് ഭയങ്കര ചാർജാണ്. ഫോറിനേഴ്സിന് 4000 രൂപയാണ് ചാർജ് വരുന്നത്. അതേപോലെ തന്നെ ലോക്കൽസിനാണെങ്കിൽ 400 രൂപയുള്ളൂ. അപ്പം ഇവരെന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ബസ് പിടിച്ചിട്ട് KSRTC ബസ് പിടിച്ചിട്ട് അടുത്ത കാട്, അതായത് നാഗർഹോള ഫോറസ്റ്റിലേക്ക് പോകും. അവിടെ ഫോറിനേഴ്സിന് ചാർജ് കുറവാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇവരെ ഒരു ട്രാവൽ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ഭയങ്കരമായിട്ട് പൈസ ചിലവാക്കിയിട്ട് പോകുന്ന ആൾക്കാരൊന്നുമല്ല. ഭയങ്കരമായിട്ട് കോസ്റ്റ് എഫക്റ്റീവ്, അതായത് അഫോർഡബിൾ റേറ്റിലെല്ലാം ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. അതും ഒരു 2 മാസം 3 മാസമൊക്കെയാണ് ഒരു സ്ഥലത്ത് പോകുമ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാം. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ ബാൽക്കണി വ്യൂ ഉള്ള ഒരു റൂമിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കയറിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ അതാ ഈ ഒരു വ്യൂ ആണ്. ആ മരത്തിൻ്റെ മേലൊരു മലയണ്ണ ഇരിക്കുന്നുണ്ട്. അതിപ്പോൾ ക്യാമറയിൽ കാണാൻ പറ്റില്ല, പക്ഷെ നമുക്ക് നേരിട്ട് തുറന്ന് കാണാം. അവനുണ്ടാക്കുന്ന സൗണ്ടാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ തലേ ദിവസം പോയ നൈറ്റ് സഫാരിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പം ഇന്നലെ ഇവിടെ എത്തി, ഒരു 6 മണിക്ക് എത്തി. 6 മണിക്ക് എത്തിയിട്ട് നമ്മൾ ഇവിടെ ഒരു 7 മണി 8 മണിക്ക് ആയപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ വണ്ടി എടുത്ത് ഇറങ്ങി. നമ്മുടെ കൂടെയുള്ളത് ബാബുചേട്ടനാണ്. ബാബുചേട്ടൻ നമ്മുടെ മദൻ ഭായിയുടെ കൂടെ തന്നെ ഈ റിസോർട്ട് നടത്തുന്ന ഒരാളാണ്. അപ്പോൾ ഇൻ കേസ് നമ്മുടെ വണ്ടി ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയിൽ പോകാൻ നമുക്കൊരു ധൈര്യക്കുറവുണ്ട്, അങ്ങനെയാണെങ്കിൽ അവരെ വണ്ടിയിൽ ഈ ബാബുചേട്ടനും രമേശേട്ടനും കൂടിയിട്ട് അവരെ വണ്ടിയിൽ കൊണ്ടുപോകും. ഇപ്പം എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടിയിൽ തന്നെ പോകാം. ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ തിരുനെല്ലിക്കാടി കയറും. തിരുനെല്ലിക്കാടി കയറിയിട്ട് തിരുനെല്ലി അമ്പലം വരെ പോയിട്ട് ചുറ്റി വരും. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ തോൽപ്പെട്ടി വഴി തന്നെ മാനന്തവാടി കാട്ടിക്കുളം ടൗണിൽ പോകും. അവിടെ നിന്ന് നേരെ ഭവാലി ഫോറസ്റ്റിൽ കയറും. ഭവാലി ഫോറസ്റ്റിലേക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ ആരും ഉണ്ടായിരിക്കില്ല അവിടെ. അപ്പോൾ നിറയെ അനിമൽ സ്പോട്ടിംഗ് ഉള്ള സ്ഥലമാണ്. പിന്നെ കുറേ ലക്ക് പോലെ ഇരിക്കും ഈ അനിമൽ സ്പോട്ടിങ്ങിനൊക്കെ. നമ്മൾ ഉദ്ദേശിക്കുന്നത് രാത്രി ഒരു ഡ്രൈവ്, അതായത് ഈ കാട്ടിക്കൂടെ പോകുന്നൊരു ഡ്രൈവ്, അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഇച്ചിരി റിസ്ക് ഉണ്ട്, പക്ഷേ കൂടെ ബാബുചേട്ടനുള്ളത് കൊണ്ട് നമുക്ക് അധികം അങ്ങോട്ട് പേടി തോന്നുന്നില്ല. ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ നല്ല പേടി ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ആ റിസോർട്ടിലോട്ടുള്ള വഴിയാണ്. ഇത് കുറച്ച് ദൂരം ഒരു മഡ് റോഡാണ്, ഓഫ് റോഡ് പോലത്തെ റോഡാണ്. വണ്ടിയെല്ലാം കുഴപ്പമില്ലാതെ കയറി വരും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സൈഡൊക്കെ ഒന്ന് സൂക്ഷിക്കണം, കാരണം സൈഡെല്ലാം ചെറിയൊരു പൊക്ക പോലത്തേക്കാണ്. അപ്പം നമ്മുടെ ഈ നൈറ്റ് ഡ്രൈവിൻ്റെ ഫുള്ള് വിഷ്വൽസ് വന്നിട്ടുള്ളത് നമ്മുടെ ഡാഷ് ക്യാമിലത്തെ വിഷ്വൽസാണ് ഫുള്ള് വന്നിട്ടുള്ളത്. നമ്മൾ വേറെ മൊബൈലിലോ അതോ ഗോപ്രോയിലോ പിടിച്ച വിഷ്വൽസ് അല്ലെന്നോ. അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ കണ്ടിട്ട് തീരുമാനിക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഒരു ഡാഷ് കാം ഞങ്ങൾക്ക് മേടിക്കാം. അതിൻ്റെ ബ്രാൻഡും സംഭവങ്ങളൊക്കെ അത് താഴത്ത് ഞാൻ കൊടുക്കാം. അപ്പം നമ്മളിപ്പോൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി മെയിൻ റോഡിൽ കയറാറായിട്ടുണ്ട്. ഈ വളവ് തിരിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ റോഡെത്തി. അവിടെ നിന്ന് നേരെ പോയിട്ട് നമ്മൾ ആ തോൽപ്പെട്ടി റോഡിൽ വന്ന് കയറും. അവിടെ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നേരെ തിരുനെല്ലി പോണ വഴിക്ക് വന്ന് കയറാം. നല്ല നിലാവുള്ളൊരു രാത്രിയാണ്. തിരുനെല്ലി കാട്ടിൽ നമ്മൾ വന്ന് കയറി. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന തിരുനെല്ലി കാട് വഴിയാണ്. നല്ല നിലാവാണ്. ഇന്ന് ഈ രാത്രിയിൽ ഇഷ്ടംപോലെ വേറെ വണ്ടിക്കാർ നമ്മുടെ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ജീപ്പുകാർ, റിസോർട്ടിൽ നിന്ന് ഫോറിനേഴ്സിനെല്ലാം കൊണ്ടുവരുന്ന കുറേ ജീപ്പുകാർ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് കുറേ പേര് വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ടൈമൊക്കെ ആണെങ്കിൽ ചിലപ്പം ഈ ഒരു സ്പോട്ടിങ് കുറയും. കാരണം അപ്പോൾ വണ്ടികളുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഈ അനിമൽസ് എല്ലാം ചിലപ്പം പുറത്തേക്ക് ഇറങ്ങിയെന്ന് വരില്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നേരെ നോക്കുമ്പോൾ ഒരു ടവേര അവിടെ നിർത്തിയിട്ടുണ്ട്. ഒരു ടാക്സി വണ്ടിയാണ്, അവർ ഈ ഫോറിനേഴ്സിനെ കൊണ്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നോക്കിയപ്പം അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറേ മാനുകൾ ഇങ്ങനെ മെയ്യുണ്ട് ഒരു തട്ടിൽ. അപ്പം അതാണ് നമുക്ക് കിട്ടിയ ആദ്യത്തെ ഒരു സ്പോട്ടിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ആ ഒരു സ്പോട്ടിങ്ങിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. പക്ഷേ ക്യാമറ ഡാഷ് ക്യാമറ ആയതുകൊണ്ട് തന്നെ മാനൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ഫീൽ കിട്ടുകയാണെങ്കിൽ അത് നല്ലത്. അത് നേരെ കാണുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ നമ്മൾ തിരുനെല്ലിക്കാടിൽ നിന്ന് ഇറങ്ങി. തിരുനെല്ലി അമ്പലം വരെ പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. കാരണം അവിടെ വരെ പോയിട്ടും ഈ മാനല്ലാതെ വേറൊന്നും നമുക്ക് കണ്ടില്ല. ചുറ്റും നല്ല ഇരുട്ടാണ്. നിലാവുണ്ടെങ്കിലും ഇരുട്ടാണ് കാട്ടിൽ.
അപ്പോൾ നമ്മൾ നേരെ ഇനി ഭവാലി പോവാണ്. കാട്ടിക്കുളം പോയിട്ട് അവിടെ നിന്ന് നേരെ തിരിഞ്ഞിട്ട് ഭവാലി കാട്ടിലേക്ക് പോവാണ്. ആ ഭവാലി കാടാണെങ്കിലും അവിടെ കുറച്ചും കൂടിയും അനിമൽ സ്പോട്ടിംഗ് ഉള്ള സ്ഥലമാണ്. കാരണം അവിടെ വണ്ടികൾ കുറവായിരിക്കും. ഭവാലി ചെക്ക് പോസ്റ്റ് രാത്രി ഒരു 8 മണിക്ക് ആകുമ്പോൾ അടയ്ക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടേക്ക് പിന്നെ വണ്ടികൾ പിന്നെ കുറവായിരിക്കും. അപ്പോൾ ഇവിടെ എന്തോ സ്പോട്ടിംഗ് ഉണ്ട്. ആനയാണ്. ആന സൈഡിൽ റൈറ്റ് സൈഡിൽ ഒരു ആനക്കൂട്ടം നിൽക്കുന്നുണ്ട്. ആ ജീപ്പുകാർ അവിടേക്ക് ടോർച്ച് അടിച്ച് നോക്കുന്നുണ്ട്. അവിടെ ഒരു 3-4 ആനകളുണ്ട്. അപ്പോൾ ഒരു 3-4 ആനകളുണ്ട്. ഒരു കുട്ടിയാനൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇവർ ടോർച്ച് അടിച്ചുകൊണ്ട് വണ്ടിക്കാരിങ്ങനെ ടോർച്ച് അടിക്കുന്നതുകൊണ്ട് ഈ ആനകൾ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങണില്ല, റോട്ടിലേക്ക് ഇറങ്ങണില്ല. അവരവിടെ തന്നെ നിന്നിട്ട് അങ്ങോട്ട് ഉള്ളിൽ കയറി പോകാനുള്ള പ്ലാനിലാണ് അവർ. അപ്പോൾ നമുക്ക് ആ സൈറ്റിങ് നമ്മൾ മൊബൈൽ എടുക്കാൻ നോക്കി, പക്ഷേ കിട്ടുന്നില്ല. ഈ ഡാഷ് ക്യാമറ ആണെങ്കിൽ അത്രയും ഒരു വൈഡ് ആംഗിളിൽ ഇത് പതിയില്ല. പക്ഷെ എന്നാലും നമുക്ക് നല്ലൊരു ഇവിടെ നിന്ന് ശരിക്കും കാണാൻ പറ്റും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പേടിയാവും. അപ്പം ഒറ്റയ്ക്ക് അല്ലാത്തതുകൊണ്ടാണ് പേടിയാവാത്തത്. കൂടെ വണ്ടികളൊക്കെ ഉള്ളതുകൊണ്ടാണ് പേടിയാവാത്തത്. ഞങ്ങൾ കാട്ടിക്കുളം ടൗണിലെത്തി. കാട്ടിക്കുളം ടൗണിൽ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയാലാണ് ഭവാലി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്ക് പോകുന്ന വഴി. ഞങ്ങളിവിടെ നിന്ന് റൈറ്റിലേക്ക് കയറിയിട്ട് ഇവിടെ നിന്ന് ഒരു ചായ കുടിച്ച് പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ നമുക്ക് ചായ കുടിച്ചിട്ട് നേരെ നമുക്ക് നമ്മുടെ ഭവാലി ഫോറസ്റ്റിലേക്ക് കയറാം. അങ്ങനെ ഞങ്ങൾ ഭവാലി കാട്ടിൽ നിന്ന് ഭവാലി ചെക്ക് പോസ്റ്റ് വരെ പോയിട്ട് തിരിച്ചു പോന്നു. പക്ഷെ അവിടെ നിന്നും നമുക്ക് കാര്യമായിട്ടൊരു അനിമൽ സ്പോട്ടിംഗ് ഒന്നും കിട്ടിയില്ല. നമ്മൾ അങ്ങനെ തിരിച്ചു വരുന്ന വഴി തോൽപ്പെട്ടി എത്താറാകുമ്പോഴാണ് നമുക്കൊരു ആനര സ്പോട്ടിങ് കിട്ടുന്നത്. അത് നല്ല അടുത്തായിരുന്നു. എന്ന് പറഞ്ഞാൽ റോഡിൽ ഇറങ്ങി നിന്ന് അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സ്പോട്ടിൽ നമുക്ക് കിട്ടി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഒരു നൈറ്റ് സഫാരി എന്ന് പറഞ്ഞത് വർത്താണ്. എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ സ്വന്തം വണ്ടിയിൽ പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം വണ്ടി പോകാൻ ധൈര്യമില്ലെങ്കിൽ ഇവിടെ വരാണെങ്കിൽ ഇവരെന്നെ വേറെ വണ്ടി ഏർപ്പാടാക്കി തരും. അവരെന്നെ കൂടെ വരും, ഡ്രൈവ് ചെയ്ത് അവരെന്നെ കൂടെ വരും. ബാബുചേട്ടനുണ്ടായിരിക്കും, അല്ലെങ്കിൽ രമേശ് ചേട്ടനുണ്ടായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ വേറെ റിസോർട്ടിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ജീപ്പ് എടുത്ത് പോകാം. പക്ഷേ ഒറ്റയ്ക്ക് ഒരിക്കലും ഞാനത് പ്രിഫർ ചെയ്യില്ല. കാരണം ഒറ്റയ്ക്ക് പോകുന്നത് ഇത്തിരി റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും കൂട്ടി വരാം, അറിയാവുന്ന ആരെങ്കിലും കൂട്ടിയിട്ട് ഈ ഒരു നൈറ്റ് സഫാരിക്കെല്ലാം പോവാം. അപ്പോൾ ഈ റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ആന നിൽക്കുന്നത്. കുറേ വണ്ടിക്കാർ തൊട്ടടുത്ത് കൂടെ പോകുന്നുണ്ട്. ആനയുടെ തൊട്ടടുത്ത് കൂടെ വണ്ടിക്ക് എടുത്ത് പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് അത്രയും റിസ്ക് എടുക്കാനൊന്നും താല്പര്യമില്ല. എന്തായാലും നമുക്ക് അവനെ ഉപദ്രവിക്കാതെ നമുക്കൊന്ന് കണ്ടിട്ട് പോവാം. അവൻ കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ആശാൻ അവിടെ നിന്നിട്ട് പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭക്ഷണം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളവനെ ക്രോസ് ചെയ്ത് പോവാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ബാബുചേട്ടൻ ഹാപ്പിയായി. കാരണം ആൾ കുറച്ച് ഡെസ്പടിച്ചിരിക്കുകയായിരുന്നു. കാരണം നമ്മൾ ഇത്ര ദൂരം വന്നിട്ടും പടം ഒരു 2-3 സ്ഥലത്ത് മാത്രമേ എനിമൽസിനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു വിഷമം ഈ ആനനെ കണ്ടപ്പോൾ മാറി. തൊട്ടടുത്ത് കിട്ടുകയും ചെയ്തു. നല്ലൊരു വ്യൂ ആയിരുന്നു. അപ്പോൾ നമ്മുടെ സഫാരി എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഒരു 10 മണിക്ക് ആയപ്പോഴാണ് നമ്മളിവിടെ നിന്ന് ഡിന്നർ കഴിക്കുന്നത്. ഡിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നാടൻ സ്റ്റൈലുള്ള ഭക്ഷണമാണ്. ചോറ്, ചപ്പാത്തി, അതേപോലെ തന്നെ പപ്പടം, കേബേജ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, അങ്ങനത്തെ നല്ല നാടനായിട്ടുള്ള നല്ല സെറ്റപ്പ് ഭക്ഷണമാണ്. നമ്മുടെ ഇവിടുത്തെ കെയർ ടേക്കറായിട്ടുള്ള നമ്മുടെ രമേശ് ചേട്ടനും വൈഫും തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല 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 ഭക്ഷണമാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കൂടെ ബാബുചേട്ടനുണ്ട്. ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകണം. വൈകിട്ടല്ല, ഒരു ഉച്ച കഴിഞ്ഞിട്ട് തിരിച്ചു പോകണം. അതിനു മുമ്പ് നമ്മുടെ മദൻഭായരെ തന്നെ വേറൊരു ഹോം സ്റ്റേ കൂടി ഉണ്ട്. അത് കാടിൻ്റെ ഉള്ളിൽ വരുന്നൊരു വേറൊരു ഹോം സ്റ്റേ ആണ്. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരുനെല്ലി അമ്പലത്തിലൊക്കെ ഒന്ന് പോയി ഭവാലി വഴി തിരിച്ചു പോകുന്ന പ്ലാനിലാണ്. അപ്പോൾ ഞങ്ങൾ ആ ഹോം സ്റ്റേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഹോം സ്റ്റേയിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള വഴിയാണ്. നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം. അതിമനോഹരമായിട്ട് നെൽപ്പാടങ്ങളും വയനാടിൻ്റെ ഒരു പ്രത്യേകതരം ഭംഗി തന്നെയാണ് ഈ ഒരു വഴിയിൽ കാണുന്നത്. ഈ ഒരു ഹോം സ്റ്റേനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഉള്ളൊരു ഹോം സ്റ്റേ ആണ്. ഇതൊരു വീടാണ്. ആ വീടടക്കം നമുക്ക് തരും. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് വൈകിട്ട് 6 മണിക്ക് ശേഷം പുറത്തു പോകാൻ പറ്റില്ല. കാരണം അവിടെ ഫെൻസിങ് അവർ ഓണാക്കിയിടും. ആനകൾ വരുന്ന സ്ഥലമാണ്. തൊട്ട് ഫ്രണ്ടിൽ വരെ, അതായത് വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വരെ ആനകൾ വരുന്ന സ്ഥലമാണ്. അപ്പം നല്ലൊരു അങ്ങനത്തെ ഒരു ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, വൈൽഡ് ലൈഫ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വന്ന് താമസിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പം ഞാൻ പറഞ്ഞത് 6 മണിക്ക് ശേഷം അവിടെ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല. 6 മണിക്ക് ശേഷം അവർ ഫെൻസിങ് എല്ലാം ഓൺ ചെയ്യും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാനൊക്കെ ഇവിടെ ചെക്ക് ഇൻ ചെയ്യാനുള്ള ഒരു 5 മണിക്ക് മുമ്പ് തന്നെ, 5 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഇവിടെ എത്തണം. അപ്പോൾ നമ്മൾ ആ വഴിക്ക് വന്ന് നമ്മൾ കാട്ടിലേക്ക് കയറി. തിക്ക് ഫോറസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലും കാട്, സെൻറ്ററിൽ കൂടെ ഒരു ചെറിയൊരു വഴി, ഇതായി കാണുന്നൊരു വഴി പോകുന്നുണ്ട്. അപ്പോൾ ആ വഴി കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഹോം സ്റ്റേയിൽ നമ്മൾക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആനകളും മൃഗങ്ങളും ഇഷ്ടംപോലുള്ള സ്ഥലമാണ്. പുറത്തിറങ്ങാൻ പാടില്ല. ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ വിടില്ല അവരെ. നമ്മൾ താമസിക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെ തന്നെ ആരെങ്കിലും വന്ന് നിൽക്കും. ഇതൊരു 4 BHK ഹൗസാണ്.
ഇതിൻ്റെ അപ്പുറത്ത് തന്നെ വേറൊരു റിസോർട്ടും കൂടി ഉണ്ട്. ഈ 2 ഹോം സ്റ്റേ അല്ലാതെ വേറൊന്നും ഈ ഒരു കാട്ടിലില്ല. ഇത് ബ്രഹ്മഗിരി ട്രക്കിങ്ങിന് പോകുന്ന വഴിയുടെ അടുത്ത് തന്നെയാണ് ഈ ഒരു ഹോം സ്റ്റേ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് താമസിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മദൻ ഭായിനെ വിളിക്കാം. ഞാൻ ആ ഹോം സ്റ്റേയുടെ കുറച്ച് വിഷ്വൽസ് കൂടി കാണിക്കാം. നിങ്ങൾക്ക് മദൻ ഭായിനെ വിളിക്കാം. നല്ലൊരു ആംബിയൻസ് ആണ്. വൈൽഡ് ലൈഫ് ഇഷ്ടപ്പെടുന്നു ഫാമിലിയായിട്ട് വരാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ 5 മണിക്ക് മുമ്പ് നമ്മൾ എത്തണം. 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ല. ചുറ്റും ഫെൻസിങ് ആണ്. ഫെൻസിങ്ങിലാണ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഈ എൻട്രൻസിൽ ഒരു ഫെൻസിങ് ഇട്ടുണ്ട് ആന കയറാണ്ടിരിക്കാനായിട്ട്. ചേട്ടാ ഫെൻസിങ് ഓണല്ലല്ലോ. ഇനിയിപ്പോൾ ഒരു പാക്കേജിൻ്റെ എമൗണ്ട് ഒക്കെ കൊടുക്കും. അപ്പോൾ ബാബു ചേട്ടൻ പറയുന്നത് ഇതൊരു ഭാവിയിൽ ഇതൊരു പാക്കേജൊക്കെ ആയിട്ട് കൊടുക്കാനുള്ള പ്ലാനുണ്ട്. അതായത് ഒറ്റയടിക്ക് തന്നെ നമുക്ക് ഒരു റിസോർട്ട്, ഹോം സ്റ്റേ, അക്കോമഡേഷൻ, ഫുഡ്, അതിൻ്റെ കൂടെ തന്നെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ, അതായത് തിരുനെല്ലി, ഈ നൈറ്റ് സഫാരി, അങ്ങനത്തെ കുറച്ച് പാക്കേജൊക്കെ ആയിട്ട് കൊടുക്കാനുള്ളൊരു പ്ലാനുണ്ട്. അതൊക്കെയാണെങ്കിൽ നന്നായിരിക്കും. കാരണം അത്രയും അധികം ടൂറിസ്റ്റ് വരുന്ന സ്ഥലമാണ്. മാത്രമല്ല നല്ല ആംബിയൻസ് ഉള്ളൊരു ഹോം സ്റ്റേ ആണത്. ഇതായാലും തോൽപ്പെട്ടിയാലും ഇതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് പേടിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ വൈൽഡ് ലൈഫിനോട് കുറച്ചും കൂടി ഒന്ന് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഞാൻ ആ ഫെൻസിങ് നേരത്തെ പറഞ്ഞ പോലെ കാണിക്കാം. അതേപോലെ തന്നെ ചുറ്റും കാണാൻ പറ്റും. ഈ ഒരു മരത്തിന് ചുറ്റും ഫെൻസിങ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ വേറൊരു റിസോർട്ടും കൂടി ഉണ്ട്. അതും കൂടി കാണിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഹോം സ്റ്റേയിലെത്തി. ഇതാണ് ആ ഹോം സ്റ്റേയിലെ ഒരു ഏരിയ. ഇത് മൊത്തം ഒരു 40 സെൻറ്റ് 50 സെൻറ്റിൻ്റെ അടുത്തുണ്ട്. നിറച്ച് തോട്ടമാണ്. തോട്ടത്തിന് നടുവിലാണ് ഒരു ബിൽഡിംഗ് വരുന്നത്. ഇതൊരു 4 ബെഡ്റൂമുള്ളൊരു വീടാണ്. ഈ മൊത്തം ഒരു വീടായിട്ട് നമുക്ക് കിട്ടും. ഇതിൻ്റെ മേലെ കയറി നിന്ന് കഴിഞ്ഞാൽ നല്ല സൈറ്റിംഗ് ആണ്. കാട്ടിലേക്കാണ് നേരെ, ചുറ്റും കാട് തന്നെയാണ്. കാട്ടിലേക്കുള്ള വ്യൂ ആണ് നേരെ വരുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വരാൻ നോക്കുക. ഇത് നല്ലൊരു സ്ഥലമാണ്. ഞാൻ വന്നപ്പോൾ എനിക്കിത് കിട്ടിയില്ല, കാരണം അത് ബുക്കിംഗ് ഉണ്ടായിരുന്നു തലേ ദിവസം. അപ്പോൾ ഇന്ന് ഫ്രീ ആണ്. ഇന്നിപ്പോൾ എന്തായാലും തിരിച്ചു പോകേണ്ടായിരുന്നു, ഇവിടെ താമസിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഈ ഒരു ആംബിയൻസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മദൻ ഭായിനെ വിളിക്കുക, നേരെ ഇങ്ങോട്ട് പോരാ. ഓക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് നേരെ ഇനി തിരുനെല്ലി അമ്പലത്തിൽ പോയിട്ട് മദൻ ഭായിനൊന്ന് കാണണം. അപ്പോൾ ആ പോണ വഴിക്ക് തന്നെയാണ്, കാരണം നമ്മൾ ഭവാലി പോണ വഴിക്ക് തന്നെയാണ് നമ്മുടെ മദൻ ഭായിയുടെ കുറു ഐലൻഡിലെ റിസോർട്ട് വരുന്നത്. അപ്പോൾ അവിടെ കയറിയിട്ട് മദൻ ഭായിനൊന്ന് കാണണം. അപ്പോൾ അതൊന്നും കാണിക്കില്ല, നമ്മളെന്തായാലും വീഡിയോ കാണിക്കില്ല ഒന്നും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അധികം ഡിലേസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ. അല്ല ശരിക്കും